കേരളം മൊത്തം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയിട്ട് ഇന്ന് 10ാം നാൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ടയിലാണ്. ഈ കോട്ടയുടെ മുന്നിലായിട്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ഗോപ്രോയൊക്കെ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാം. വലിയ ഫോട്ടോഗ്രാഫി മാത്രമാണെങ്കിൽ മാത്രമേ നമുക്ക് പെർമിഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. 1505 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആയിരുന്ന ഡോം ഫ്രാൻസിസ് ഡി അൽമേഡയാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. നിരവധി സുപ്രധാന ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ കോട്ട നൂറ്റാണ്ടുകളായി പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാരിലേക്കും ഒടുവിൽ ബ്രിട്ടീഷുകാരിലേക്കും പലതവണ കൈമാറി എത്തി. മലബാറിലെ പോർച്ചുഗീസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തന്ത്രപരമായ സൈനിക താവളമായി പ്രവർത്തിക്കുന്നതിനുമാണ് ഈ കോട്ട ആദ്യം നിർമ്മിച്ചത്. പ്രാദേശിക ഭരണാധികാരികൾക്കും എതിരാളികളായ കൊളോണിയൻ ശക്തികൾക്കുമെതിരായ പ്രതിരോധത്തിൽ ഈയൊരു കോട്ട നിർണായകമായ പങ്കുവഹിച്ചു. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കോട്ട പിടിച്ചെടുക്കുകയും പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. കോട്ടയുടെ വാസ്തുവിദ്യയിലും രൂപരേഖയിലും ഡച്ച് സ്വാധീനം പ്രകടമാണ്. 1790 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതുവരെ ഒരു സൈനിക താവളമായി ഉപയോഗിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ കോട്ടയ്ക്കുള്ളിൽ നിരവധി കെട്ടിടങ്ങളും ഘടനകളും കൂട്ടിച്ചേർത്തു. ഇത് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തിന് കാരണമായി. കൂറ്റൻ ത്രികോണാകൃതിയിലുള്ള രൂപരേഖയാണ് ഈ ഒരു കോട്ടയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ കോട്ടയുടെ 3 വശങ്ങളിലായിട്ട് ധർമ്മടം ഹാർബറും അറബിക്കടലും നമുക്ക് കാണാൻ കഴിയും. സഞ്ചാരികളെ പഴയ ചരിത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട. പോയിട്ടില്ലാത്തവർ ഒന്ന് പോയി നോക്കുക. എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിക്കുന്നു.